വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു സിമ്പിൾ ഒരു ടിപ്പായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് മൺചട്ടി എങ്ങനെ മയക്കെടുക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് മൺചട്ടി നന്നായിട്ട് കടുകിയെടുക്കാം. ഇത് നാട്ടിലെണ്ണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അച്ഛന് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊരു തന്നെ ഉണ്ടാക്കാൻ നോക്കണമെന്നുണ്ട്, പക്ഷേ ഇത് മയക്കെടുക്കണ്ടേ. അപ്പോൾ നമുക്ക് മൺചട്ടി നന്നായിട്ട് കടുകിയെടുക്കാം ആദ്യം. അതിനുശേഷം ഇതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഇത് മയക്കെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ടെടുത്താൽ നമ്മൾ മൺചട്ടി കുറേ നാളവർക്ക് പൊട്ടലോ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി. ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഒരു 10 മിനിറ്റ് ഉണ്ടായാൽ മതി, നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് വരണം. കണ്ട നന്നായിട്ട് തിളച്ചിട്ട് വരണം കേട്ടോ. ഇതിങ്ങനെ ചെയ്തിട്ടെടുത്താൽ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടാവില്ലേ, അങ്ങനെ ആവും കേട്ടോ. എല്ലാ പ്രാവശ്യം കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടാണ് പിന്നെ അത് സീസണിങ് ചെയ്തിട്ട് എടുക്കാറുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് പരിപാടി കഴിയും കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് പനി കഴിയും. അപ്പം നമ്മൾ മൺചട്ടി അടിപൊളത്തെ സീസണിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അടുപ്പുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് ഇതാക്കിയിട്ട് എടുത്താൽ മതിയേ. കുറച്ച് സമയം എടുക്കും, പക്ഷെ നമുക്ക് 8 ദിവസം കൊണ്ട് യൂസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ആ വെള്ളം മുന്നേ തണുപ്പായ ശേഷം നമ്മൾ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. ഇത് സാധാ വെള്ളത്തിലോ ആദ്യം കഴുകുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഇതിപ്പോൾ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചിട്ട് എടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചിട്ട് എടുക്കുക. രണ്ട് സൈഡ് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. കണ്ട ഇപ്പം തന്നെ കുറച്ച് മാറ്റം ഉണ്ടല്ലേ. ഈ വെള്ളം നമുക്ക് ചെടികൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ചൂടൊന്നുമില്ല, തണുപ്പായ വെള്ളമാണ്. നമ്മൾ ഒരു ടവൽ കൊണ്ടൊന്ന് തുടച്ചിട്ടെടുക്കാം കേട്ടോ. വെള്ളമില്ലാതെ നന്നായിട്ട് തുടച്ചിട്ടെടുക്കുക. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഇതിലേക്ക് കണ്ട ഇങ്ങനെ നന്നായിട്ട് തുടച്ചിട്ടെടുക്കുക കേട്ടോ. വെള്ളമില്ലാതെ തുടച്ചിട്ടെടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 കാര്യങ്ങൾ കൂടി ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. നമ്മൾ ചട്ടില ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ വെയിലത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കണേ. ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കണ്ട ബ്രഷോ കൈ കൊണ്ടോ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക.
ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിനുശേഷം ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു പകുതി സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതേപോലത്തെ ഒരു പിടി നാളികേരം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ആവില്ലേ, അങ്ങനെ ചെയ്തിട്ടെടുക്കണം. ഇത് നമുക്ക് റോസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ആ സമയത്ത് നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടാവില്ലേ, അങ്ങനെ ആവും കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യേണ്ട, ഇത് മസ്റ്റായിട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ. ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷം നമുക്കിത് ആവശ്യമില്ല കേട്ടോ, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ട, ഒന്നും ഒട്ടി പിടിക്കാതെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഫൈനൽ നമുക്കിതിലേക്ക് കുറച്ച് കടലമാവ് എടുക്കുക. കടലമാവ് എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ തേച്ച് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുക, അതിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക, ഇങ്ങനെ കഴുകിയെടുക്കുക കേട്ടോ. സ്ക്രബൊന്നും എടുക്കണ്ട, സ്റ്റീൽ സ്ക്രബ് തീരെ എടുക്കാൻ പാടില്ല കേട്ടോ. സ്പോഞ്ച് പോലത്തെ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല. നമ്മൾ ചട്ടി കടുകിയെടുക്കണം കേട്ടോ. ഇത്രയുള്ള കേട്ടോ, നമ്മൾ ചട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചിട്ടെടുക്കുക. ഇങ്ങനെ തുടച്ചിട്ടെടുക്കുക. കണ്ട, ഇപ്പം നല്ല ഭംഗിയായിട്ട് കാണുന്നില്ലേ, നല്ല നോൺ സ്റ്റിക്ക് പാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ എങ്ങനെ യൂസാക്കുക, ഇതിപ്പം അങ്ങനെ യൂസാക്കിയിട്ട് എടുക്കാൻ പറ്റും. ടിഷ്യൂ കൊണ്ട് ഒന്നുകൂടി തുടച്ചിട്ടെടുക്കുക, വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് ഫൈനൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് അവിടെ വയ്ക്കുക. അത്രയില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ചട്ടി നമുക്കിപ്പോൾ തന്നെ യൂസാക്കിയിട്ട് എടുക്കാൻ പറ്റും. കണ്ട, എത്ര എളുപ്പത്തിൽ നമ്മൾ ചട്ടി സീസണിങ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയില്ല കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.